Hello friends, welcome back to our YouTube channel. Today we have to discuss the poem Berry in the Hand. The Berry in the Hand by Akkittam Achuthan Namboothiri. It is translated by Ayyappa Panikar. Okay, we know Akkittam Achuthan Namboothiri is a famous Malayalam poet and വളരെ ഫേമസ് ആയിട്ടുള്ള മലയാളം പോയിട്ടാണ്. പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ 1926 March 18 ആണ് ജനിച്ചത്. At the age of 8 to 18 he studied Rigvedam and Sanskrit and ജ്യോതിഷവും പഠിച്ചു. പിന്നെ at the age of 14 he studied maths and English. ദെൻ VT ഭട്ടതിരിപ്പാട് നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള കണ്ണീരിങ്ങിനാവ് കരുതിയിട്ടുള്ള റൈറ്റർ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് തമിഴ് പഠിച്ചിട്ടുള്ളത് അക്കിത്തം. ദെൻ ചിത്രകല, സംഗീതം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കൊച്ചുനാൾ മുതൽ ശൈശവകാലം മുതൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം. നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള ലിറിക്സ്. നിരത്തിൽ കാക്ക കൊത്തുന്നു, ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ, മുല ചപ്പി വലിക്കുന്നു, നരവർഗ നവാതിഥി. ഇറ്റ് ഈസ് എ ഫേമസ് ലൈൻസ് ഫ്രം 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. ദെൻ ബലിദർശനം, നിമിഷക്ഷേത്രം ആൻഡ് സ്പർശമണികൾ, മാനസപൂജ, മനോരഥം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, ആലങ്ങാട്ടമ്മ, ഒരു കുടന്ന നിലാവ്, സമന്വയത്തിൻ്റെ ആകാശം തുടങ്ങിയവയാണ് മറ്റ് ഫേമസ് വർക്ക്സ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, തൃപ്പൂണിത്തറ സംസ്കൃത കോളേജിൻ്റെ സാഹിത്യ നിപുണ ബിരുദം, അങ്ങനെ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഓടക്കുഴൽ അവാർഡ്, അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സീനിയർ ഫെലോഷിപ്പ്. അതുപോലെ തന്നെ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. പിന്നെ വളരെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്, ഒരു പോയിറ്റ് തന്നെയായിരുന്നു. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണ് എൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലൈൻസും ഇദ്ദേഹത്തിൻ്റെതാണ്. ഇനി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത അയ്യപ്പ പണിക്കരെ പറ്റി നോക്കാം. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ കാവാലത്ത് 1930 സെപ്റ്റംബർ 12 ജനിച്ചതായിരുന്നു. അദ്ദേഹം ഒരു പോയിറ്റായിരുന്നു, ടീച്ചറായിരുന്നു, ക്രിട്ടിക്കായിരുന്നു. ദെൻ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന് പറഞ്ഞ 3rd പാർട്ടുള്ള ഒരു വർക്കുണ്ട്. പിന്നെ അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ എന്ന് പറയുന്നത് അയ്യപ്പ പണിക്കരുടെ വിവർത്തനങ്ങൾ, മയക്കോസ്കിയുടെ കവിതകൾ, ക്യൂബൻ കവിതകൾ, ഗുരു ഗ്രന്ഥ സാഹിബ്, പൂച്ചയും ഷേക്സ്പിയറും ഒരു ട്രാൻസ്ലേഷൻ. ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോയമാണ്. ഇതും അദ്ദേഹത്തിൻ്റെ ലിറിക്സാണ്. സോ ഇത് പോയം ബെറി ഇൻ ദ ഹാൻഡ് എന്ന് പറയുന്നത് എൻ്റെ മലയാളം വേർഡ് എന്ന് പറയുന്നത് കരതലാമലകം. എന്താണ് കരതലാമലകം? കരതലം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളം കൈ, ആ മലകം എന്ന് പറയുന്നത് നെല്ലിക്ക. അപ്പോൾ ഉള്ളം കൈയിലെ നെല്ലിക്ക എന്നാണ് ഇതിൻ്റെ മീനിങ്, കറക്റ്റ് മീനിങ്. അപ്പം അതായത് ഉള്ളം കൈയിലെ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ അപ്പം ഇത് അദ്ദേഹത്തിനൊരു ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെയാണ് എന്നൊരു ഫ്രേസിൻ്റെ മീനിങ് എന്താണ്, ഒരു സുവ്യക്തം, സ്പഷ്ടമായിട്ടുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിനത് സുവ്യക്തമാണ് എന്നതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ ബെറി ഇൻ ദ ഹാൻഡ്. അപ്പം ഇത് പോം ഞാൻ ഫുൾ വായിക്കുന്നില്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള പോമാണ്. പെട്ടെന്ന് ഇതിൻ്റെ കുറച്ച് സമ്മറി, കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുവാണ്. ഇതെന്ന് പറയുന്നത് ഡിഡ് യു ഹിയർ ദ ആംഗിഷ് ക്രൈ ഓഫ് ദ സേജ്, ഓ മൈ ഡിയർ ഫ്രം മൈ മൗത്ത്. ഈ യുഗത്തിൻ്റെ പൊട്ടിക്കരച്ചിൽ നീ കേൾക്കുന്നുവോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു വർക്കാണ്. ഇത് മറ്റൊരാളുടെ ബിലൗഡിനെ അഡ്രസ്സ് ചെയ്യുന്നത് പോലെയാണ് ഈ പോയം തുടങ്ങുന്നത്. ഈ പോയത്തിൻ്റെ ഫുള്ളും അങ്ങനെയാണ്. ഓരോ ക്വസ്റ്റ്യൻ മാർക്കാണ്, റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓരോ ഫുള്ള് കംപ്ലീറ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് മിക്കവാറും ഫസ്റ്റ് ലൈൻസൊക്കെ എൻഡ് ചെയ്യുന്നത്. ഡിഡ് യു സീ ദ ഹോറിഡ് ഇമേജ് ഓഫ് ദ ഏജ്, ഓ മൈ ഡിയർ ഇൻ മൈ ഐസ്. ഡിയർ എന്നൊക്കെ സംബോധന ചെയ്യുന്നതിലൂടെ നമുക്കറിയാം മേ ബി ബിലൗഡിനോട് പറയുന്നതായിരിക്കും. ഡിഡ് യു ഇൻഹെയിൽ ദ സ്റ്റിഞ്ച് ഓഫ് ദ ഏജ് ഫ്രം ദ എയർ ഐ ബ്രീത്ത് ഔട്ട്. ഡിഡ് യു ഹീറ്റ് Did your heart come to know explosion of age, my dear, from my sinners? Did you taste the bitterness of the age from my dear, from my lip? അപ്പം ഇതിലൂടെ പറയുന്നത് ഏജിൻ്റെ ബിറ്റർനെസ് എൻ്റെ ലിപ്പിലൂടെ നിനക്ക് പറ്റുമോ, ഒരു ഓവർഫ്ലോയിങ് ലവ് ആണ് ഇവിടെ പറയുന്നത്. കംപ്ലീറ്റും ഒരു വ്യക്തിയെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് പറയുന്നത്. ആരാണ് അഡ്രസ്സ് ചെയ്യുന്നത് ഇതിൽ പറയുന്നില്ല. സോ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ പോലെ നോക്കാം. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് എന്താണ്, ലവ്, ലോങ്ങിങ് ആൻഡ് സെർച്ച് ഓഫ് മീനിങ് ഇൻ ദ ഷോട്ടിക് വേൾഡ്. അതാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് ഇതിനകത്ത് പറയുന്നുണ്ട്. റിവീലിംഗ് ദിയർ വൾണറബിലിറ്റി, ഫിയർ ആൻഡ് സെൻസ് ഓഫ് ഡിസ്കണക്റ്റഡ്നെസ് ആണ് ഇതിൽ പറയുന്നത്. ഇത് ഓൾസോ ടച്ചസ് ദ ഐഡിയ ഓഫ് വേൾഡ്സ് ഇംപെർമനൻസ് ആൻഡ് സ്പീക്കേഴ്സ് ഇന്നബിലിറ്റി ടു ഗ്രാസ്പ് ആൻഡ് കൺട്രോൾ ഇറ്റ്. സ്പീക്കറിൻ്റെ ഇന്നബിലിറ്റി ടു ഗ്രാസ്പ് ആൻഡ് കൺട്രോൾ ഇറ്റ് ഇതിനകത്ത് പറയുന്നത്. സ്പീക്കറിൻ്റെ എന്താണ് കൺട്രോൾ ചെയ്യാനുള്ള ഇന്നബിലിറ്റി, അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇമേജറി എന്ന് പറയുന്നത് ഈ ബെറി ഇൻ ദ ഹാൻഡ് എന്ന് പറയുന്നത് തന്നെ പവർഫുൾ സിമ്പിളാണ് ഇതെന്ന് പറയുന്നത്.
ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വേൾഡിൻ്റെ ഫ്രജിലിറ്റി, അതുപോലെ സ്പീക്കറിൻ്റെ ഇന്നബിലിറ്റി ടു ക്രഷ് ആൻഡ് കൺസ്യൂം ഇറ്റ്, വേൾഡ് ഫ്രജിലിറ്റി ഓഫ് ദ വേൾഡ് ആണ് പറയുന്നത്. പിന്നെ ഇമേജ് ഓഫ് സ്പീക്കേഴ്സ് ബോഡി ഓൾ സ്വിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ. പിന്നെ ജോൾഡ് ക്രൗൺ ഓഫ് മൈ സോൾ ഫോഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് ഡീപ്പായിട്ടുള്ള ഇന്നർ സ്ട്രെങ്ത് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. വൈൽ ഡെൻസ് ഇൻസെൻസേറ്റ് ഡാർക്ക്നെസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്പീക്കറിൻ്റെ ഇമോഷണൽ പെയിൻ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്പീക്കറിൻ്റെ ഇമോഷണലി ഉള്ള കാര്യങ്ങളാണ് ഇത് ഫുള്ള് പറയുന്നത്. ലാംഗ്വേജ് ആൻഡ് ടോൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഈസ് റിച്ച് ഇവോക്കേറ്റീവ് ആൻഡ് എക്സ്പ്രസീവ്, വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഇവോക്കേറ്റീവ് ആയിട്ടുള്ള ടോണാണ്. ബോത്ത് ഇൻറ്റിമേറ്റ് ആൻഡ് ഡെസ്പയറിങ് യൂസ് ഒരു ഫസ്റ്റ് തുടങ്ങുന്നത് ഫസ്റ്റിലത്തെ ഒരുപാട് ലൈൻ ഡിഡ് യു ഹിയർ ഡി യു സി എന്നൊക്കെ പറയുന്നത് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസിലൂടെയാണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? സെൻസ് ഓഫ് ഏർജൻസി അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷനാണ്. സ്പീക്കറിൻ്റെ അഡ്മിഷൻ ഓഫ് ഇന്നബിലിറ്റി എന്ന് പറയുന്നത് സിംഗ് ഓഫ് ഓൾ സോങ്സ് അല്ലെ ഓർ സിമിലി ദാറ്റ് സ്മൈൽ ദെൻ കൺവേ ദ സെൻസ് ഓഫ് ലോസ് ആൻഡ് ലോങ്ങിങ്. സെൻസ് ഓഫ് ലോസ് ആൻഡ് ലോങ്ങിങ് ആണ് കൺവേ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്. എൻ്റെ സ്ട്രക്ചർ ആൻഡ് പോം, സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ളതാണ്. മിക്സ് ആൻഡ് ഷോർട്ട് ആൻഡ് ലോങ് ഡിസ്റ്റൻസസ് ക്രിയേറ്റ് ദ സെൻസ് ഓഫ് ബ്രീത്ത്ലെസ്നെസ് പറയുന്നുണ്ട്. ഇമോഷണൽ ഇൻറ്റൻസിറ്റി പറയുന്നുണ്ട്. അതുപോലെ എൻജോയ്മെൻറ്റ് ആൻഡ് സ്യൂറ പറയുന്നുണ്ട്. ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പം ഇതെന്ന് പറയുന്നത് ഒരു പവർഫുൾ എക്സ്പ്ലോറേഷൻ ഹ്യൂമൻ കണ്ടീഷൻ്റെ പവർഫുൾ എക്സ്പ്ലോറേഷനാണ് ഈ പോം എന്ന് പറയുന്നത്. ഇറ്റ് റിവീൽസ് സ്പീക്കേഴ്സ് ഇമോഷണൽ വൾണറബിലിറ്റി ആൻഡ് സെർച്ച് ഓഫ് മീനിങ്. സ്പീക്കറിൻ്റെ തന്നെ ഇമോഷണൽ വൾണറബിലിറ്റിയും മീനിങ്ങിൻ്റെ സെർച്ച് ഓഫ് മീനിങ്ങുമാണ് ഈ പോം പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് റോസ് റീഡർ ടു സ്പീക്കറിൻ്റെ ഒരു ഇമോഷണൽ വേൾഡിലേക്ക് റീഡറിനെ കൊണ്ടുപോവുകയാണിത്. ഈ പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് ലവ്, ലോങ്ങിങ്, ഇംപെർമനൻസ്, ടൈംലെസ്നെസ് ആൻഡ് യൂണിവേഴ്സാലിറ്റി. ഇറ്റ് മേക്ക് റിലേറ്റബിൾ ടു ഇമ്പാക്ട്ഫുൾ വേൾഡ്. അതാണ് ഇതിൽ ഫുള്ള് പറയുന്നത്. ലവ്, ലോങ്ങിങ് ആൻഡ് സെർച്ച് ഓഫ് മീനിങ്, ഷോർട്ടിക് വേൾഡും അതുപോലെ തന്നെ പോയറ്റ് സ്പീക്കറിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റും വൾണറബിലിറ്റി, ഫിയർ, സെൻസ് ഓഫ് ഡിസ്കണക്ട്നെസ്സും ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ തീംസ് എന്ന് പറയുന്നത്. The poem that's all about the poem. Hope you understand. Thank you.